ഹലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വോട്ടായിട്ടിന്റെ ഇടം നോക്കിയാലോ. ഇന്ന് റമദാൻ 2 എത്ര പെട്ടെന്ന് 2 നോമ്പ് കഴിഞ്ഞതല്ലേ. അൽഹംദുലില്ലാ റാഹത്തായിട്ട് തന്നെ ഇന്നത്തെ നോമ്പും തുറന്നിട്ടുണ്ട്. സുഹൂറിന് ഞാൻ എഴുന്നേറ്റ പാടന്നെ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. ഈ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം കുടിച്ചു. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഒരു ചീസ് ഓംലെറ്റ് ആണ്. വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഓംലെറ്റ് ആണ്. ഇതിന്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇടാം. ഓംലെറ്റ് എന്ന് വിചാരിക്കും നിങ്ങൾ വിചാരിക്കും ഇത് ഇത്രമാത്രം ഹൈപ്പ് കൊടുക്കേണ്ട എന്താ കാര്യം എന്നുള്ളത്. ഇത് ചീസും ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അതുപോലെ ബ്രൊക്കോളിയും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. നമ്മൾ വയർ എന്തായാലും ഫില്ലാവുന്ന ഒരു ടൈപ്പ് ഓംലെറ്റ് ആണ്. ഇപ്പൊ നോമ്പായതുകൊണ്ട് തന്നെ അത്താഴത്തിന് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പല്ലാത്ത സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത ടീംസ് ഉണ്ടാവുമല്ലോ, അതായത് ചെറിയ കുട്ടികളായിപ്പോ വലിയവരും ഒന്നും വെജിറ്റബിൾസ് അങ്ങനെ എന്താ പറയാ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർ മാത്രമേ കഴിക്കുന്നുള്ളൂ. അല്ലാത്തവരൊന്നും അങ്ങനെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് എടുക്കുന്ന കാണാറില്ല. എന്റെ ഹസ്ബൻഡിനൊന്നും തീരെ പറ്റില്ല. അങ്ങനത്തെവർക്ക് പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ് ഇത്. നമ്മൾ ചീസൊക്കെ വെച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ നോമ്പ് തുറന്നത്. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവര് വെറും വയറ്റിൽ ജ്യൂസസ് ഒക്കെ എടുക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു. ഒരു സിട്രസും കുറച്ച് സപ്പോർട്ടയും പിന്നെ നട്ട്സും പിന്നെ ഒരു പഴവും റോബസ്റ്റ പഴമാണ്. ഇന്ന് ഞാൻ നോമ്പ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് വർക്കൗട്ടിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഉച്ചക്ക് വന്നപ്പോഴേ എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ മെയിൻ ഫുഡ് എടുത്തു. ഞാനിത് ഫുഡായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ സ്വന്തം ചെറുപയറും പുട്ടും തന്നെയാണ്. റാഗി പുട്ടാണ്. ഒരു കഷ്ണം റാഗി പുട്ടും കുറച്ച് ചെറുപയറാണ് എടുത്തത്. അപ്പൊ ഇത് കഴിച്ചപ്പോൾ എനിക്കൊരു സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ എന്തോ ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു എനിക്ക്. അപ്പൊ ഇത് കഴിച്ചപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജ്യൂസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ചെറുപയറിന്റെ ഗുണങ്ങൾ നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെറുപയർ. നമ്മളെ വെയിറ്റ് ലോസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചെറുപയർ. ചെറുപയറിന് നിസ്സാരനായിട്ട് ആരും കാണേണ്ട. മുളപ്പിച്ച ചെറുപയറൊക്കെ അടിപൊളിയാണ്. പക്ഷെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുളപ്പിച്ച ചെറുപയർ. അതുകൊണ്ട് ഞാൻ മുളപ്പിച്ച അധികം എടുക്കാറില്ല. എനിക്ക് ഇങ്ങനെ ആക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ എല്ലാവരും മാക്സിമം ഡയറ്റ് ചെയ്യുന്നവര് നോമ്പിന്റെ സമയത്തൊക്കെ പ്രോട്ടീൻസ് കൂടുതലുള്ള ഫുഡ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. നെക്സ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തണുത്തത് കുടിക്കാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം, ജ്യൂസ് ഒന്നും എടുക്കാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മോര് വെള്ളമാക്കിയിട്ട് കുടിച്ചു. മോര് വെള്ളമാകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.